ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കപ്പയ്ക്കൽ ബീച്ച് ഏരിയയിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ പഠനവീട് പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കോർഡിനേറ്ററാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠനവീട് പ്രൊജക്റ്റ് ഒരു അംഗനവാടി കെട്ടിടം നിർമ്മിച്ച് നൽകുകയാണെന്ന് മുൻപ് ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായെന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതിൻ്റെ ആ ഒരു അംഗനവാടി കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡിൻ്റെ വാർപ്പാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നതിന് മുൻപ് കപ്പയ്ക്കലൊന്ന് വിസിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് പണികൾ പുരോഗമിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മുടെ പ്രൊജക്ട് ഡയറക്ടർ ഉമർ ഫാറൂഖ് സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ കെട്ടിട നിർമ്മാണമൊക്കെ നടക്കുന്നത്. സാർ വളരെയധികം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മുടെ പുതിയ അംഗനവാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ടീച്ചർ വന്നിട്ടുണ്ട്. ഞാൻ ടീച്ചറുടെ കൂടെയാണ് വന്നത് കേട്ടോ. അപ്പോൾ 2 വീലർ മാത്രമേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ മേലോട്ട് പണിയാനായിട്ട് സ്റ്റെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് കയറി നോക്കിയിട്ടോ, വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ. ഒരു ജോലി എന്നതിലുപരി ഇതൊരു സോഷ്യൽ സർവീസാണല്ലോ. നമുക്ക് മനസ്സിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. എന്തായാലും ഞാൻ അംഗനവാടി കയറി മുഴുവൻ കണ്ടു കേട്ടോ. സൈഡിലൂടെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മേലേക്ക് നമ്മൾ ഇപ്പോൾ പണി എടുക്കുന്നില്ല എങ്കിലും അകത്തെ പണികളൊക്കെ തീർത്തിട്ട് ഓരോ ജനുവരി ആ ഒരു സമയത്തേക്ക് കയറിക്കൂടണം. നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ അവരൊരു വീടിൻ്റെ മേലെ വളരെ ചെറിയൊരു സ്ഥലത്താണ് അംഗനവാടി നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷമാവും ഇതൊക്കെ കാണുമ്പോൾ. എന്തായാലും ഈ കാണുന്നത് ഒരു ഹാളാണ്. പിന്നെ സൈഡിൽ സ്റ്റോർ റൂം, അതുപോലെ ടീച്ചർക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ ഓഫീസ്, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ അംഗനവാടി ടീച്ചറോട് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറാണെങ്കിലും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്ര പെട്ടെന്ന് പണികൾ ഇത്ര പെട്ടെന്ന് തീരുമെന്നുള്ളത്. അപ്പോൾ ടീച്ചറാണെങ്കിലും എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ കൂടെ ഞാൻ പിന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് കോളേജിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു, ബൈ.